റമദാനിൻ്റെ മാസപ്പിറവി ദർശിച്ചതു മുതൽ ഇന്നലെ നമസ്കാരത്തിലേക്കും ആരാധനകളിലേക്കുമൊക്കെ വ്യാപൃതനാകേണ്ട ഒരു സന്ദർഭമായപ്പോൾ പെട്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് നമ്മുടെ അയൽവാസിയും നമ്മുടെ അടുത്ത പ്രദേശത്ത് താമസിക്കുന്ന ഒരു സഹോദരൻ ജീവിതത്തിൻ്റെ പരീക്ഷണത്തിൽ താങ്ങാൻ കഴിയാതെ അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയെന്ന വാർത്തയാണ്. മനസ്സിൻ്റെ സങ്കടവും പ്രയാസവും പറഞ്ഞു തീർക്കുന്നതിലും അപ്പുറമാണ്. ഓരോ മനുഷ്യരുടെയും മനസ്സുകൾ അല്ലാഹുവിലാണ്. നമ്മുടെ ഹൃദയം മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഏത് നിമിഷവും നമ്മുടെ മനസ്സ് പല രൂപത്തിലേക്കും പൈശാചികമായ ബോധനങ്ങൾ നമ്മെ നടത്തും. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ ആത്മഹത്യക്ക് പരിഹാരം കാണുന്നവർ സത്യത്തിൽ അവർ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, യുദ്ധങ്ങളിലൊക്കെ അയാൾ വലിയ ഹീറോ ആയിരുന്നു. അങ്ങനെ യുദ്ധരംഗങ്ങളിൽ ആ ഹീറോ ആയ ആ അനുചരനെക്കുറിച്ച് സ്വഹാബികൾ വല്ലാത്ത മദ്ഹായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച്. റസൂൽ പറഞ്ഞു, ആ മനുഷ്യനെക്കുറിച്ച് എന്നോട് പറയണ്ട, ഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ് എന്ന്. സ്വഹാബികൾ കേട്ടപ്പോൾ വല്ലാത്ത അസ്വസ്ഥതയുണ്ടായി. അത് കഴിഞ്ഞു വന്ന ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ശത്രുവിൽ നിന്ന് ഒരു വലിയ കുത്ത് അയാളുടെ ശരീരത്തിലേക്ക് പതിച്ചപ്പോൾ വേദന പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ മണൽപ്പരപ്പിലേക്ക് അയാളുടെ വാള് കുത്തിവെക്കുകയും നെഞ്ചകം അതിലേക്ക് കാട്ടി ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോഴാണ് റസൂലിൻ്റെ അടുക്കലേക്ക് വന്നിട്ടൊരു അനുചരൻ പറഞ്ഞത്, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു റസൂലേ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പൈശാചികമായ പല പ്രേരണകളും ഉണ്ടാകും. റമളാനിൻ്റെ രാത്രികളിൽ നാം പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറഹു, അല്ലാഹുവേ ഞങ്ങളുടെ അവസാനം, ഞങ്ങളുടെ അന്ത്യം, ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന അവസാന സന്ദർഭങ്ങളും സമയങ്ങളും ഉണ്ടല്ലോ, അത് ഏറ്റവും നല്ല രൂപത്തിലാക്കി തരണേ. വഖൈറ അമലി ഖവാതിമഹു, എൻ്റെ കർമ്മങ്ങളിൽ ഏറ്റവും നല്ല കർമ്മം ഞാൻ ഈ ലോകത്ത് നിന്ന് വിട വാങ്ങുന്ന സമയത്തുള്ള